So today we are going to our Mamantode. So this video will be all about me, our Amamma and our Mamantode. So welcome to our video. ഓ അത് ഏത് പാട്ടാ? അർജുനാണ് അഭിനയിച്ചത്. ഏതർജുൻ? ആ മറ്റേ അർജുൻ. നിങ്ങൾക്ക് അറിയുമായിരുന്നെങ്കിൽ കമന്റ് ഇടണേ. ഭയങ്കര അത്ര ഇമോഷനുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഞങ്ങൾ കുട്ടിക്കാലത്തിൻ്റെ എല്ലാ ഓർമ്മകളും പേറുന്ന വഴിയാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു വഴിയാണ്. ബിക്കോസ് ഇവിടെ അടുത്താണ് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഹൗസ് ഏജൻസീൻ്റെ ഭാഗമായിട്ടുള്ള റൂറൽ പോസ്റ്റിങ്ങിന് ഞാൻ ഇവിടെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്താ ഒന്നും കൂടെ പറയുന്നത് എൻ്റെ ചാനലിലേക്കാ? എന്താ പറയുക? ഞങ്ങൾ പറ ഓട്ടോറിക്ഷ ഉണ്ടല്ലേ? പറ. ഓട്ടോറിക്ഷ അപ്പ കണ്ട ഞാൻ അമ്മായിനോടൊക്കെ അത്രയ്ക്ക് ആദ്യം നോക്കിയത്, പക്ഷെ കഴിഞ്ഞില്ല. മോനെ കൊണ്ട് കല്യാണം കഴിച്ചില്ലല്ലോ. എപ്പോഴും പറയലുണ്ട് പ്രണവന്റെ മോനല്ല മോനൊരു പെണ്ണുണ്ടോ എവിടെയോ. അത് ഞാൻ വെള്ളക്കാരി പെണ്ണുണ്ട് നോക്കെ കേക്കണേ. അതെന്നെ അറിയുന്നത്. ഞാൻ കണ്ടു പറഞ്ഞു. ഹലോ മുടിലാന്റെ മോനെ, എനിക്കൊരു കുട്ടിയുണ്ട്, ഒരു കെട്ടുവാ. മോളെ മുടിഞ്ഞ് വലുതാണെന്ന് പോക്കരുതേ എന്നോട്. ശ്രീകുട്ടിയെ ക്യാമറയും കൊണ്ടുവരുന്നേ. ഞങ്ങളുടെ അമ്മച്ചൻ, ഇത് അമ്മമ്മ, ഇത് അമ്മമ്മയുടെ അച്ഛനും അമ്മയാണ്. ഇത് ഷൈജു മാമൻ, ഈ വീട്ടിലെ മാമൻ. ചേട്ടൻ വാങ്ങിച്ചു തന്നതാ. എന്തിന്? ആഹാ, സച്ചിന് ഇത്ര സ്നേഹ. നീ കീർത്തി രണ്ട് വർത്താനം പറ. ആ ഞാൻ കണ്ടു ആ പപ്പടം. കാണിച്ചതാ? പുറത്തേക്ക് കാണിച്ചു. ഹൗസ് ഇറ്റ്? എനിക്ക് പ്രശ്നം തരുമോ? പുഴയിൽ വീഴുന്നു. വലിയ മുട്ടിന് ചെറിയ പരിക്കൊക്കെ ഉള്ളൂ, പക്ഷെ ചേച്ചി വീണൊക്കെ ഓർമ്മയുണ്ട്. ഞാൻ ഡെയിലി തോന്നുന്നു. നമ്മോട് കൊണ്ടിട്ടായിരിക്ക പെണ്ണായിട്ട് തരുന്നതിലോട്ട് എന്തൊരു ഭാഷ വളരെ ഒരു ഇമോഷണലായിട്ടുള്ളൊരു തിങ്ങാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങോട്ട് വരല്. ഞാൻ മാക്സിമം ഇങ്ങോട്ട് വരാതിരിക്കും കേട്ടോ. കാരണം ഇവിടെ വന്നാൽ എനിക്ക് ഭയങ്കര ഏറ്റവും നല്ല ഓർമ്മകളാണ്. അപ്പോൾ എനിക്ക് ആ ഓർമ്മകളിലേക്കൊക്കെ പോകുന്നതിൻ്റേതായ ചെറിയ ചെറിയ വിഷമങ്ങളുണ്ടാവും. അവിടെ ഞാൻ മാക്സിമം ഇങ്ങോട്ട് വരില്ല. മാമനോട് വന്നാലും ഇങ്ങോട്ട് വരില്ല. എനിക്ക് ഈവൻ ഈ മാങ്ങയുടെ മണം കിട്ടിയാൽ എനിക്ക് ആ നൊസ്റ്റാൾജിക്ക് പോകും ഞാൻ. ആ ഒരു അങ്ങനെയാണ്. ഇതാണ് ആ മാവ് കേട്ടോ, കണ്ട വലിയ മാവ. മാങ്ങ വീണ് കിടപ്പുണ്ട്. നമുക്ക് രണ്ടെണ്ണം എടുക്കാം. രണ്ടെണ്ണേ ഉള്ളൂ, ഞാൻ അവിടെയുണ്ട്. ഓ, പണ്ടിത് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം മീൻസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമായിരുന്നേ. റിയാക്ഷൻ കാണിച്ചു തരാം ഈ മാങ്ങ മണക്കുമ്പോൾ ഉള്ളത്. 0% ആണ് ഇതിനകത്ത് ആക്ടിങ്. ലൈക്ക് ഞാനിതിനകത്ത് എനിക്ക് പറയാൻ പറ്റില്ല, അത്രയും ഞാനിത് കഴിക്കുക. ഇപ്പം അങ്ങനെ ഭയങ്കര മാങ്ങ കൊതി കുറവാണ്. കഴിക്കും ഒരുപാട്, പക്ഷേ അങ്ങനെ ഭയങ്കര അന്നൊക്കെ കൊതിയായിരുന്നു.
ഇപ്പം അത്രയും കൊതിയില്ല. പക്ഷെ എനിക്കത് ഇത് കിട്ടി എനിക്ക് മണത്തിരുന്നാൽ മതി. എനിക്കത് 30 കൊല്ലം അല്ലെങ്കിൽ ഒരു 10-25 കൊല്ലം നിങ്ങൾ പിറകോട്ട് ഞാൻ പോയി ഒരു എന്താ പറയുക, ഞാൻ വെക്കേഷനായി. എനിക്ക് സ്കൂളിലെ വെക്കേഷൻ ആ പണ്ടത്തെ 5ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 4ാം ക്ലാസ്സിൽ പഠിക്കണ ആ കുട്ടിയുടെ എല്ലാ ഫീലിങ്സും എന്താ പറയുക, ഫുൾ ഓഫ് മെമ്മറീസ്. ഇതാ നമ്മളെല്ലാവരും, ഇവരൊന്നും അല്ല എൻ്റെ മാങ്ങയായിട്ട് റിലേറ്റ് ചെയ്ത എൻ്റെ കമ്പനിക്കാർ ഇവരേ അല്ല, ഇവരൊക്കെ പിന്നുള്ള ചെറിയ മക്കളാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണെന്നറിയോ, കാണുന്നുണ്ടോ? സൗണ്ട് അങ്ങോട്ട് പണ്ട് കളിക്കുമ്പോഴേ കാറ്റടിക്കുമ്പോൾ സൗണ്ട് കേൾക്കും. അപ്പോൾ സുനിതമായി സുനിതമായി കൂടുതലും സുനിതമായി തന്നെ, ക്ഷീമായി ഇല്ലാന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഈ സുനിതമായിക്കാണ് ഓർമ്മ. അപ്പം പറയും ശ്രീകുട്ടിയെ മാങ്ങ ഈ സൗണ്ട് അങ്ങോട്ട് കേൾക്കാം. ഇപ്പൊ ഒരു മാങ്ങ വീണു. അപ്പൊ ഈ സൗണ്ട് കേട്ടപ്പോൾ ഞാനത് ഓർത്ത്. അപ്പോൾ പറയും മാങ്ങ വീണിട്ടുണ്ട് എന്ന് പറയും. അപ്പൊ ഞാൻ ഓടി പോയിട്ട് എടുക്കും. അത് പകലേ, പക്ഷെ ശരിക്കും വെച്ചാൽ ഈ രാത്രിയൊക്കെ കുറേ മാങ്ങ വീഴും. അപ്പം ഞങ്ങൾ വല്യമാമൻ്റെ കൂടെയാണ് കേട്ടോ. അന്ന് വല്യമാമൻ തറവാട്ടില്ല. അപ്പം ഞങ്ങളെല്ലാവരും, ഞാൻ ചേച്ചിക്ക് തോന്നുന്നു, ഞാനൊക്കെ അപ്പോഴത്തേക്കും ചേച്ചി ട്യൂഷനൊക്കെ ആയിട്ട്, ചേച്ചി എനിക്ക് വലിയ ഓർമ്മയില്ല, ജീഷ്ണ ചേച്ചി, ജിൻഷി, കുട്ടൻ, മിന്നുണ്ടാവും. ഇത്രയും പേരാണ് ആ ടീമിലുണ്ടാവുക. എന്നിട്ട് ഞങ്ങൾ പൊലച്ചയ്ക്ക് എണീക്കുകയും പൊലച്ചയ്ക്ക് വെച്ചാൽ 5:30 ആകുമ്പോൾ നേരം വെളുത്തിട്ടുണ്ടാവില്ല. എന്നിട്ട് പോയിട്ട് കുറേ കവറൊക്കെ ഓരോരുത്തരുടെ ഓരോ കളക്ഷൻ പോയിന്റ് സാധനങ്ങളുണ്ട്. കുട്ടൻ്റെ മുണ്ടിലാടുക, ഞാൻ കാസറോള്, അങ്ങനത്തെ കുറേ സാധനങ്ങളാണ്. എന്നിട്ട് അതിന് ഓരോരുത്തർക്കും ഇത്രയും എമൗണ്ട് മാമ്പഴം ഉണ്ടാവും, അത്രയും തോനെ ഉണ്ടാവും. എന്നിട്ട് അതെല്ലാം എടുത്ത് വെച്ച് ഞങ്ങൾ വൈകുന്നേരം വരെ തിന്നലുണ്ടേ. പക്ഷെ ഇത് എടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ വെറും വയറ്റിൽ കഴിക്കാൻ സമ്മതിക്കില്ല, വഴക്ക് പറയാം. മമ്മിയും മാമന്മാരൊക്കെ വഴക്ക് പറയും. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ ഇവിടെ ഒരു ഉമ്മർത്തൊരു ഇരിക്കുന്ന 2 വശത്തായിട്ട് ഇരിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അതിലിരുന്ന് ഇങ്ങനെ വലിച്ച് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കഴിയുമ്പോഴത്തേക്കിനും അടുത്ത കാറ്റടിച്ച് കുറേ വീണിട്ടുണ്ടാവും. അതൊക്കെയാണ് ഓർമ്മകൾ. ഇപ്പം ഈ പറമ്പൊക്കെ കുറേ മാറിയിട്ട്, ഞാൻ കുറേ വർഷം, ആക്ച്വലി സീരിയസ്ലി ഞാൻ 3 വർഷം ആയി തോന്നുന്നു ഇങ്ങോട്ട് വന്നിട്ട്, ഈ ഒരു ഏരിയയ്ക്ക് വന്നിട്ട്. പക്ഷേ മാങ്ങ എല്ലാ കൊല്ലം ഇവിടെ വരുമ്പോൾ അമ്മമ്മ എടുത്ത് വെക്കുമോ, സോമ ആരെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ മണമാണ് അതിൻ്റെ. എല്ലാവർക്കും അതാണോ എനിക്ക് അറിയത്തില്ല, എനിക്കിതിൻ്റെ മണം മതി, എനിക്ക് കഴിക്കണമെന്നില്ല അത്രയും. ഫേസ് റിവീൽ ചെയ്യണ്ട. എനിക്ക് അത്ര ഓവർ മധുരം ഇവിടെയായിരുന്നു തറവാട്, അത് പൊളിച്ചു. ഇത് ഞങ്ങളുടെ പഴയ ബാത്റൂമാണേ, അതിനും കുറേ മെമ്മറീസ് ഉണ്ട്. നമുക്ക് മാമന്റെ നല്ലൊരു ഇത് വിളിച്ചാലേ സീരിയസ് ആയിട്ട് ഞാൻ ഓടി പോവുകയാണ്. അപ്പൊ ഇവ നിർബന്ധിച്ച് എന്റെ ഓനാണ് അറിയാതെ ആ മനസ്സിൽ എന്തോ ഒരു സതീശ ആരാ ചോദിച്ചത് എന്റെ ഓനാരാന്ന് പറഞ്ഞു. പിന്നെ നമ്മള് ബാക്കിയുള്ളൊരു ഇറിറ്റേഷൻ എങ്ങനെ വലിയ രസമാണല്ലോ. അപ്പോൾ സതീശ് കൊറേ കാലം ആയിക്കോട്ടെ നല്ല പേരാണ്. വേറെ നല്ല പഠിച്ചിരുന്ന ആള് ആ ചെക്ക നല്ല അണിച്ചു കൊണ്ടൊന്നും കുഴപ്പമില്ല, പഠിക്കണ കുട്ടിയാ മതി. പോവാണേ. ഓ ഓക്കെ, അപ്പൊ ശരി. സോ നമ്മൾ രാവിലെ പോയി, വൈകിട്ട് ഒരു 5:30 അപ്പം അബ്ബയ്ക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം 5:30 അപ്പം തിരിച്ചു വന്നു. അപ്പോൾ വളരെ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തായിരുന്നു. ഫസ്റ്റ് എൻ്റെ യൂട്യൂബിൽ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. എമ്പുരാൻ്റെ ഒരു ചെറിയ റിവ്യൂ പെട്ടെന്ന് ഞാനും എൻ്റെ ഫ്രണ്ട് നയനയും കൂടെ പ്ലാൻ ചെയ്തെന്ന് പറയാൻ പറ്റില്ല, പെട്ടെന്ന് ടെക്കനെന്നും പറഞ്ഞിട്ടുണ്ടായ ഒരു വീഡിയോ ആണ്. ഓക്കെ, സോ അപ്പം ഞാൻ കരുതിയത് ഞാൻ ഇനി പ്ലാൻ ചെയ്തിടുന്ന വീഡിയോ ആദ്യത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആവണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ ഒരുവിധം ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തു, പക്ഷേ എഡിറ്റിംഗ് കുറച്ചൊരു പ്രോബ്ലം ആയി. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴ് ഞാൻ ആക്ച്വലി ഇത് റെക്കോർഡ് ചെയ്യുന്നത് ബാത്റൂമിൽ നിന്നാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇവിടെ വീട്ടിൽ നല്ല തിരക്കാണ്. അപ്പോൾ ഞാൻ ബാത്റൂമിൽ വന്ന് റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ അപ്പം ഇത് ആക്സിഡൻ്റലായിട്ടാണ്. ഇപ്പം ഇതാവും ആദ്യത്തെ വീഡിയോ. എന്താ പറയുക, മാമൻ്റെ വീട്ടിൽ പോയ ഈ വീഡിയോ ആവും ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ കാണുമ്പോൾ ആദ്യത്തെ എൻ്റെ രണ്ടാമത്തെ വീഡിയോ വരാൻ പോകുന്നത്. അപ്പോൾ അത് തികച്ചും എനിക്ക് വളരെ ഹാപ്പിനെസ് തരുന്ന ഒന്നാണ്. അത് വളരെ യാദൃശ്ചികമായി സംഭവിച്ചൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഇപ്പം ഞാനിപ്പം ഇൻസ്റ്റഗ്രാമിൽ എഴുതുന്ന കഥകളിലാണെങ്കിലും പറയുന്ന കഥകളിലാണെങ്കിലും ഒക്കെ എൻ്റെ ഓർമ്മകളിലാണെങ്കിലും എപ്പോഴും ഞാൻ പറയുന്നത് എൻ്റെ ഇപ്പം അമ്മാമൻ്റെ കൂടെ എൻ്റെ കസിൻസ്, എൻ്റെ അമ്മൂമ്മ, എൻ്റെ ചൈൽഡ്ഹുഡ്, ചൈൽഡ്ഹുഡ് അല്ല, ഒബ്വിയസ്ലി അല്ല, എൻ്റെ അവിടുത്തെ മാങ്ങ, വേനൽക്കാല അവധി, ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ കഥകളിൽ എപ്പോഴും വരിക. അപ്പോൾ എല്ലാവരും ചോദിക്കും, നീ എന്തിനാ എപ്പോഴും ഇത് തന്നെ എഴുതുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചൈൽഡ്ഹുഡിൽ എനിക്ക് ചെറിഷ് ചെയ്യാനുള്ള ഒരേ ഒരു ഓർമ്മ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ അമ്മാമൻ്റെ കൂടെ പോകുന്നതാണ്, എൻ്റെ അമ്മമ്മയാണ്, എനിക്ക് തന്ന ഭക്ഷണമാണ്, മാങ്ങയാണ്, ആ ഓർമ്മകളാണ്. അപ്പോൾ അത് തന്നെ എനിക്ക് ആക്സിഡൻ്റലായിട്ട് യൂട്യൂബിൽ ആദ്യമായിട്ട് ഇടാൻ പറ്റിയതിൽ എനിക്ക് വളരെ എന്തോ ഭയങ്കര സന്തോഷം തരുന്നുണ്ട്. സോ ഐ ഹോപ്പ് യു ഓൾ എൻജോയ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇഷ്ടമാവട്ടെ. കാരണം പലർക്കും കണക്ട് ചെയ്യാനുള്ള പലതും ഈ വീഡിയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നമുക്ക് എല്ലാവർക്കും ഇല്ലേ ഫേവറേറ്റ് ആയിട്ടുള്ള ചില സ്ഥലങ്ങൾ, ചില വ്യക്തികൾ, ചില ഓർമ്മകൾ, ചില മണങ്ങൾ, ചില രുചികളൊക്കെ നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനത്തെ ഓർമ്മകളൊക്കെ ഉള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടാവാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. ആൻഡ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഇതുപോലത്തെ ഓർമ്മകൾ, മണം റിലേറ്റഡ് ലൈക്ക് ഓർമ്മകളോ അല്ലെങ്കിൽ ഇതുപോലത്തെ വ്യക്തികളോ ഇതുപോലത്തെ പ്ലേസസോ ഒക്കെ നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കുന്ന, നിങ്ങൾ എന്നും ചെറിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ. ആൻഡ് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.